ഈ കഥയിലെ നായിക സിയോൾ വയലന്റ് ക്രൈം ഡിവിഷനിലെ ഒരു ഡിറ്റക്റ്റീവാണ്. ബുദ്ധിമതിയും സമർത്ഥയുമായ ഒരു കിടിലൻ പോലീസ് ഓഫീസർ. അവരുടെ ടീമിൽ അവർക്ക് കൂട്ടായിട്ടൊരു 3 പോലീസുകാരും കൂടെയുണ്ട്. ഈ നായികയ്ക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്. വളരെ സ്നേഹനിധിയായ, വീട്ടിലെ പാത്രം കഴുകലും അലക്കും തുടപ്പും പാചകം ചെയ്യലും എല്ലാം ചെയ്യുന്ന ഒരു പഞ്ചപാവമായ സ്നേഹനിധിയായ ഭർത്താവ്. അദ്ദേഹത്തിന് സ്കൂൾ ബസ് ഡ്രൈവറായിട്ട് ജോലി ഉണ്ടെങ്കിലും മുഴുവൻ സമയം വീട്ടിലെ വൃത്തികാര്യങ്ങളും വീട്ടിലെ പാചകവും നോക്കി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നായികയുടെ സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് വൈഫി എന്നാണ്. എന്നാൽ ഒരു ദിവസം ഈ നായികയുടെ സഹപ്രവർത്തകർ ഒരു കാര്യം കണ്ടെത്തുകയാണ്. എല്ലാവരുടെ മുമ്പിൽ പാവമായി നിന്ന സ്നേഹനിധിയായ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ അടിക്കടി കാണുന്നു. അവരുമായി സംസാരിക്കുന്നു, അവരുമായി പലയിടങ്ങളിലേക്ക് പോകുന്നു. അതോടെ അവരുടെ നിലപാടിലെത്തുന്നു അവിഹിതം. ഇക്കാര്യം അവർ പറയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്നും വഴുതി വീണ് നായിക അറിയുന്നു. ഇത്രനാളും തൻ്റെ വാക്കുകൾ മാത്രം അനുസരിച്ച് വീട്ടുകാര്യം മാത്രം നോക്കി നടന്ന ഈ സ്നേഹനിധിയായ ഭർത്താവ് എന്നിൽ നിന്നകന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് പോകാൻ എന്തായിരിക്കും കാരണം? നായികയ്ക്കും ആ കാരണം കണ്ടെത്താൻ കൊതിയാകുന്നു. അങ്ങനെ നമ്മുടെ നായിക സഹപാത്രിയോടൊപ്പം ഭർത്താവിൻ്റെ അവിഹിതം ആരെന്നറിയാനും അത് കണ്ടെത്താനും അന്വേഷിച്ചിറങ്ങുന്നു. അവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. നായിക ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലേക്കുള്ള വഴിയാണ് ഈ അവിഹിതം എന്നറിയുന്നതോടെ പടം വേറൊരു വമ്പൻ സസ്പെൻസ് ട്വിസ്റ്റിലേക്ക് തിരിയുന്നു. പറഞ്ഞു വന്നത് മിഷൻ ക്രോസ് എന്ന കൊറിയൻ സിനിമയെ പറ്റിയാണ്. ഗംഭീര ആക്ഷൻ സീക്വൻസിലുള്ള നിരവധി കോമിക് മുഹൂർത്തങ്ങളുള്ള ഒരു കോമഡി ത്രില്ലർ. ഉറപ്പായും പടം കണ്ടു നോക്കൂ. എന്തായാലും നിങ്ങളുടെ സമയം പാഴാവില്ല.